السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله وحده، والصلاة والسلام على من لا نبي بعده. ബഹുമാനിയരെ, നാം ഇന്ന് പഠിക്കാൻ പോകുന്ന ആയത്ത് സൂറത്തുൽ ബഖറ 102 ആയത്താണ്. കുറച്ച് വലിയ ആയത്തായതുകൊണ്ട് 2-3 പ്രാവശ്യം ആയിട്ട് നമുക്ക് ഈ ആയത്തിൻ്റെ പഠനം പൂർത്തീകരിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. പാഠം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പാഠം. വത്തബഉ, ഈ അലിഫ് ഉച്ചരിക്കരുത്. വത്തബഉ, ഐൻ തൊണ്ടയുടെ നടുക്ക് നിന്നു. മാ തത്ലു ശയാതീനു, ഈ ഉച്ചാരണം ശ്രദ്ധിക്കുക. 2 താ ഫത്ഹ താ സുക്കൂൻ അടുപ്പിച്ച് വന്നിരിക്കുകയാണ്. 2 തായും. തത്ലു എന്നാണ് ഓതേണ്ടത്. തത്ലു, തത്ത് എന്ന് രണ്ടാമത്തെ തായ തത്ലു ശയാതീൻ എന്ന് ഉച്ചരിക്കരുത്. അതുപോലെ തന്നെ ലാമിൽ നിന്നും നേരെ ഷീനിലോട്ട്. മാ തത്ലു ശയാതീനു على ملك سليمان وما كفر سليمان ولكن الشياطين, നൂനിനെ മണിക്കുക. ولكن الشياطين كفروا يعلمون الناس السحر. ലാമിനെ കട്ടിയാക്കണം, മണിക്കരുത്. യുഅല്ലിമൂനൻ, ഈ നൂനിൽ നിന്നും ഈ നൂനിലോട്ട്. യുഅല്ലിമൂനൻ, രണ്ടാമത്തെ നൂനിനെ മണിക്കണം. യുഅല്ലിമൂനൻ നാസ സിഹ്റ, സീനിൽ നിന്നും സീനിലോട്ട്. സീനിൽ നിന്നും സീനിലോട്ട്. മുന്നേ ഉള്ള അലിഫും ലാമും ഉച്ചരിക്കരുത്. ഇത് ഐനാണ്, തൊണ്ടയുടെ നടുക്ക് നിന്നും. യുഅല്ലിമൂനൻ നാസ
റോ ഹ തൊണ്ടയുടെ നടുക്ക് നിന്നും റോ يعلمون الناس السحر وما നാലോ അഞ്ചോ അലിഫ് നീട്ടുക وما أنزل അവിടെ സുക്കൂനുള്ള ആ നൂനിനെ മൂക്കിൽ ഇഖ്ഫാ ചെയ്യുക, മറച്ച് മണിക്കുക. وما أنزل على الملكين ببابل هاروت وماروت അവിടെ താക്ക് സുക്കൂൻ കൊടുത്ത് നിർത്തുക. നമ്മളവിടെ നിർത്തുകയാണ്, അതുകൊണ്ട് ആ താക്ക് ഫതഹിന് പകരം സുക്കൂൻ വരും. നിർത്തുമ്പോൾ വമാറൂത്ത് എന്നല്ല, ഹാറൂത വമാറൂത്ത്. ഒരു പ്രാവശ്യം കൂടി ഓതുന്നു, അത്രയും ഭാഗം ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഇന്നത്തെ ഈ പഠനം കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധമായ ഖുർആൻ, ഇത്രയും നാള് ഖുർആനുമായി ഉള്ള നമ്മുടെ ഈ സഞ്ചാരം, ഖുർആനിൻ്റെ പഠനം, അതിൻ്റെ പാരായണം, തജ്വീദ് ശരിയാക്കി പാരായണ നിയമങ്ങൾ പഠിക്കുക, നിയമങ്ങളോടൊപ്പം പാരായണം ശരിയാക്കുക, അതിൻ്റെ ആ ഈണം, ഇതൊക്കെ ഒരുമിച്ച് കൂട്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്രയും നാളും പഠിച്ച ആയത്തുകളൊക്കെയും മനഃപ്പാഠം ആക്കേണ്ടവർക്ക് ആക്കുകയും ചെയ്യാം. ആ രീതിയിലുമാണ് നമ്മുടെ പാഠങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ പേരും നല്ല രീതിയിൽ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നുണ്ട്, നമ്മുടെ ഈ ക്ലാസ്സിലൂടെ പ്രയോജനം കരസ്ഥമാക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. എന്നാൽ മാത്രമേ പഠിപ്പിക്കുന്ന എനിക്കും കുറെ കൂടി ആവേശം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് വിനയപൂർവം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടെ അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പിലായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റിലായിരുന്നാലും വന്നുകൊണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ, എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ അതൊക്കെ പറയാവുന്നതാണ്. ഇത് പരിശുദ്ധമായ ഖുർആനാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. ആ കലാമിനെ അതിൻ്റെതായ മഹത്വത്തോടു കൂടി നമ്മൾ സമീപിക്കുമ്പോഴാണ് പഠിപ്പിക്കുന്ന വ്യക്തിക്കും പഠിക്കുന്ന വ്യക്തിക്കും അതിൻ്റെ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു ജല്ല ജലാലുഹു നല്ല രീതിയിൽ പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ പഠിപ്പിക്കുന്ന നമ്മുടെ ഖുർആൻ പാരായണം പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്, അതുപോലെ മനഃപ്പാഠവും. അതുകൊണ്ടാണ് ഇതിൽ മറ്റ് അർത്ഥമോ അതില്ലെങ്കിൽ ചുരുങ്ങിയ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളോ മറ്റു കാര്യങ്ങളോ അതൊക്കെ ആഗ്രഹമുണ്ട്. ഇൻഷാ അള്ളാഹ് അതൊക്കെ ആരംഭിക്കണം. നിലവിൽ നമ്മളത് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് കുറഞ്ഞ പക്ഷം, കാരണം വളരെ കുറച്ചാണ് നമ്മുടെ ദിവസമുള്ള പാഠം, ചിലപ്പോൾ 2-3 ദിവസം കൂടുമ്പോഴായിരിക്കും.
അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ അർത്ഥം ഉള്ള ഖുർആൻ എന്തായാലും കാണും. അതില്ലെങ്കിൽ ഫോണിൽ ഇന്ന് ആപ്പുകൾ ധാരാളമുണ്ട്. അതിലൂടെ നമ്മൾ ദിവസേനയുള്ള പാഠത്തിന്റെ അർത്ഥവും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് അള്ളാഹു എന്നോട് പറയുന്നത് എന്നും കൂടെ മനസ്സിലാക്കണം. അതുപോലെ അതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളുണ്ട്, അത് വായിക്കുക. ഖുർആൻ പഠിച്ചില്ല എങ്കിൽ ലോകത്തുള്ള എന്ത് പഠിച്ചാലും ശരി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വട്ടപൂജ്യമാണ്. എല്ലാം പഠിച്ചു, സർവ്വ വിദ്യാഭ്യാസങ്ങളും കരസ്ഥമാക്കി, ഉന്നതമായ ഡിഗ്രികൾ കരസ്ഥമാക്കി, എല്ലാം ഉണ്ട്. ഖുർആൻ അറിയില്ല എങ്കിൽ സീറോ, ഹബാഅൻ മൻസൂറ, ഒരു വിലയില്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഒരു വിവരവും ഇല്ല. കാരണം എന്താണ്? ഖുർആനാണ് സർവ്വ ഇൽമുകളുടെയും അടിസ്ഥാനം, സർവ്വ വിജ്ഞാനങ്ങളുടെയും അടിസ്ഥാനവും പ്രഭവ കേന്ദ്രവും പരിശുദ്ധമായ ഖുർആനാണ്. അപ്പം അതുകൊണ്ട് ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, ഖുർആനിൻ്റെ മാഹൂൽ, അതിന് ചുറ്റുപാട് വീടുകൾ ഉണ്ടാക്കിയെടുക്കുക, പള്ളികളിൽ ഉണ്ടാക്കിയെടുക്കുക, സ്വന്തവും മറ്റുള്ളവരെയും ഖുർആനുമായി ബന്ധിപ്പിക്കുക. അങ്ങനെയുള്ള വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെ ഒരു നല്ലൊരു കൂട്ടുകാരനാക്കി അള്ളാഹു ഖബറിൽ ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹു നല്ലൊരു കൂട്ടുകാരനാക്കുന്നതാണ് ഖബറിന്റെ ഏകാന്തതയിൽ. ഹശറിന്റെ മൈതാനത്ത് നമ്മളെ സഹായിക്കാൻ, ആ കാഠിന്യത്തിൽ സഹായിക്കാൻ വേണ്ടി വന്ന് കൈപിടിക്കുന്ന ഒരു രക്ഷകനായി, ഒരു കൂട്ടുകാരനായി ഖുർആൻ മാറുന്നതാണ്. അതുകൊണ്ട് ഖുർആനുമായി ബന്ധമുണ്ടാക്കിയെടുക്കുക. മക്കളുള്ളവരൊക്കെയും നിയ്യത്ത് ചെയ്യുക, അവരുടെ സന്താനങ്ങളെ ഖുർആൻ മനപ്പാഠം പഠിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അല്ലാഹു ജല്ല ജലാലുഹു നല്ല രീതിയിൽ ഖുർആൻ പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.